ഞാൻ സുരേഷ് ബാബു മാസ്റ്റർ. ഹൃദയം കൊണ്ട് ഉള്ളു നിറയെ ചിരിക്കുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ജോയ്സൺ. ആ ചിരിയുടെ കാവ്യഭംഗി പ്രവർത്തികളിലാണ് നമുക്ക് കാണാൻ കഴിയുക. മറ്റുള്ളവരെ പറയാതെ തന്നെ അറിയാനും അറിഞ്ഞതിനെ പരിഹരിക്കാനുമുള്ള ആത്മാർത്ഥതയും നിശ്ചയദാർഢ്യവുമാണ് ജോയ്സൻ്റെ പ്രത്യേകതകൾ. ഉള്ളു നിറഞ്ഞ ചിരിയിൽ അതത്രയും അടങ്ങിയിട്ടുണ്ട്. ജനങ്ങളുടെ പ്രതിനിധിയാകുമ്പോൾ ഉണ്ടാകേണ്ട മേന്മകൾ അനുഭവപരിചയവും നിശ്ചയദാർഢ്യവുമാണ്. താൻ ഉൾപ്പെടുന്ന യൂണിയൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ നാട്ടിൽ ക്രൈസ്റ്റ് ആർട്സിൻ്റെ പ്രസിഡൻ്റായി 25 വർഷം സംഘടനയെ നയിച്ചു. ക്രിസ്തുരാജ ദേവാലയത്തിൻ്റെ പ്രോഗ്രാം കമ്മിറ്റി ധനശേഖരൻ്റെ കൺവീനറായും അദ്ദേഹം നാടിൻ്റെ ഭാഗമായി. ഒരു കൗൺസിലർ എന്ന നിലയിൽ ജനങ്ങളുടെ കൂടെ നിൽക്കാനുള്ള കരുത്ത് അത് ജോയ്സണിൽ നമുക്ക് ഉറപ്പിക്കാം. ജോയ്സനെ കുറിച്ചൊരു അധ്യാപകൻ എന്ന നിലയിൽ ഏറെ അഭിമാനം കൊണ്ടൊരു സമയം എനിക്കുണ്ടായിരുന്നു. പൊതുവെ സ്കൂളുകളിൽ ടോയ്ലറ്റുകളുടെ സൗകര്യം തീരെ പരിമിതമായ ഒരു കാലമുണ്ടായിരുന്നു. പെൺകുട്ടികൾ കാലത്ത് സ്കൂളിൽ വന്നാൽ തിരിച്ച് 4 മണിക്ക് വീട്ടിൽ എത്തി മാത്രം ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന രീതിയായിരുന്നു അന്ന്. പെൺകുട്ടികളുടെ ഭാവിയിലെ ആരോഗ്യത്തെ പോലും വളരെ ബാധിക്കുന്ന ഗുരുതര പ്രശ്നമായിരുന്നു. കുട്ടികളുടെ എണ്ണത്തിന് ആനുപാതികമായി ടോയ്ലറ്റ് സൗകര്യം ഒരുക്കണമെന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുകയും വക്കീലിനെ വെച്ച് വാദിച്ച് അനുകൂലമായി വിധി സമ്പാദിക്കുകയും ചെയ്തു. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് കേരളത്തിലെ സ്കൂളുകളിലെല്ലാം മികച്ച ടോയ്ലറ്റ് സൗകര്യം ലഭ്യമാണ്. കേരളത്തിലെ മുഴുവൻ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും വലിയ ആശ്വാസമായി തീർന്നൊരു നിയമ പോരാട്ടമാണ് അന്ന് ജോയ്സൺ നടത്തി വിജയിച്ചത്. എൻ്റെ അധ്യാപക സുഹൃത്തുക്കൾക്കിടയിൽ വളരെ അഭിമാനത്തോടെ ആണ് ഞാൻ ജോയ്സൻ്റെ സുഹൃത്താണ് എന്ന് പറഞ്ഞിരുന്നത്. 38ാം ഡിവിഷനുമേ അഭിമാനിക്കാം. സ്വന്തം ഡിവിഷനിൽ തന്നെയുള്ള ഒരാളെ, അവിടുത്തെ മണ്ണും മനസ്സും അറിയുന്ന ഒരാളെ കൗൺസിലറായി ലഭിക്കും എന്നത്.